ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ബ്രെഡും ചീസും വെജിറ്റബിൾസും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാം. കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കൊടുക്കാൻ പറ്റിയ ഒന്നാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ പുരട്ടി കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള വട്ടത്തിലരിഞ്ഞതും ടൊമാറ്റോ വട്ടത്തിലരിഞ്ഞതും കൂടെ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഉപ്പിൻ്റെ പൊടിയൊന്ന് വിതറി കൊടുക്കണം. ചെറുതായിട്ടൊന്ന് വിതറി കൊടുത്താൽ മതി. തീ കുറച്ച് തന്നെ വയ്ക്കണം, തീ കൂട്ടി വയ്ക്കരുത്. ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. ഇത് ഒരല്പസമയം കഴിഞ്ഞിട്ട് ഇതൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം. രണ്ട് സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുന്നത് വരെ വെച്ചാൽ മതി. അതിനുശേഷം ഇതെടുത്ത് മാറ്റാം. ഇനി അതേ പാനിൽ തന്നെ കുറച്ച് ബട്ടറും കൂടെ പുരട്ടി കൊടുക്കാം. അതിനുശേഷം 2 പീസ് ബ്രെഡ് ഇതിലേക്ക് വെക്കാം. ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഒരല്പസമയം കഴിഞ്ഞിട്ട് ബ്രെഡിൻ്റെ ഒരു സൈഡൊന്ന് കളർ മാറി വരുമ്പോഴേക്കും തിരിച്ച് വയ്ക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നാൽ മതി. തിരിച്ച് വെച്ച ശേഷം ഒരു ബ്രെഡിൻ്റെ മുകളിലായിട്ട് ചീസിൻ്റെ ഒരു ഷീറ്റ് വെച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ട് സവാള ഒന്ന് വെച്ച് കൊടുക്കണം. 2 സവാള വയ്ക്കണം. രണ്ട് ടൊമാറ്റോയും കൂടെ വയ്ക്കാം. അതിന് മുകളിലായിട്ട് കുറച്ച് മുളക് പൊടി വിതറി കൊടുക്കാം. ഒരു എരിവിനായിട്ട് ഒരു ടേസ്റ്റിനായിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുകളിലായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ഒരല്പം കറി മസാല പൊടിയും കൂടെ ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കാം. വളരെ കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കാവൂ. അതിന് മുകളിലായിട്ട് വീണ്ടും ഒരു ഷീറ്റ് ചീസും കൂടെ വെച്ച് കൊടുക്കുകയാണ്. അതിന് മുകളിലായിട്ട് മറ്റേ പീസ് ബ്രെഡും കൂടെ എടുത്ത് വയ്ക്കാം. എന്നിട്ട് ചട്ടുകം വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അമർത്തി കൊടുക്കാം. തീ കുറച്ച് തന്നെ വയ്ക്കണം. തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്, എന്നാലും ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. തീ കുറച്ച് വെച്ച് വേണം ഈ ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട്. അതിന് മുകളിലായിട്ട് കുറച്ച് ബട്ടറും കൂടെ ഒന്ന് പുരട്ടി കൊടുക്കാം. ബ്രെഡിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ബട്ടർ പുരട്ടുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് ഇതിന്. നന്നായിട്ട് ഒന്ന് അമർത്തിയ ശേഷം തിരിച്ച് വെച്ച് കൊടുക്കാം. അതിലും ഇതുപോലെ തന്നെ ചെയ്യാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ചാണിത്. ഇപ്പോൾ നമ്മുടെ നല്ല ക്രിസ്പി ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അടുത്തതും ഇതുപോലെ തന്നെ റെഡിയാക്കാം. ബ്രെഡ് വെച്ച് കൊടുക്കാം. ബ്രെഡിന് മുകളിലായിട്ട് ചീസ് വയ്ക്കാം. സവാള വയ്ക്കാം. ഇനി ചീസ് ഒരു സൈഡിൽ മാത്രം വെച്ചാൽ മതിയെങ്കിൽ അങ്ങനെ ആയാലും മതി. 2 സൈഡിൽ വെച്ചാൽ കുറച്ചുകൂടി കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും. മുളക് പൊടിയും കുരുമുളക് പൊടിയും കറി മസാല പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. മറ്റേ ബ്രെഡ് എടുത്ത് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അമർത്തി ബട്ടർ തേച്ച് കൊടുക്കാം. 2 സൈഡിലും ബട്ടർ തേച്ച് നല്ല ക്രിസ്പി ആയിട്ട് ഇനി ഇതൊന്ന് മുറിച്ച് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണിത്. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ കമൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.